നമസ്കാരം. കൊല്ലവർഷം 1202 ആണ്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നേരുകയാണ്. രോഹിണി നാളുകാർക്ക് 1202 ആണ്ടത്തെ പുതുവർഷം പൊതുവെ ഗുണദോഷ സമ്മിശ്രമാണ്. എങ്കിലും നിങ്ങൾക്ക് പുതിയ ജോലി വന്നു ചേരുന്നതാണ്. പുതിയതായിട്ട് ജോലിയിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷാരംഭം അത് നടക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നല്ല ജോലി കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്യുന്നവർക്ക് ആ കാര്യത്തിലും വളരെ നേട്ടങ്ങളുണ്ടാകും. നിങ്ങളുടെ കർമ്മരംഗത്തെ വളരെ പുരോഗതിയിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് അവസരമുണ്ടാകും. നിങ്ങളുടെ ആ തൊഴിൽ മേഖലകളെ കൂടുതൽ വിപുലീകരിച്ചു കൊണ്ടുവരുന്നതിനും അതിലൂടെ വലിയ സാമ്പത്തിക പുരോഗതി നേടുന്നതിനും നിങ്ങളെ കൊണ്ട് അവസരം വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. എല്ലാ രീതിയിലും നിങ്ങൾക്ക് ഉയർച്ചയാണ്. ഔദ്യോഗിക രംഗത്ത് വിവിധ വിഭാഗങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്കും നല്ല മാറ്റങ്ങളാണ് വരുന്നത്. സാമ്പത്തിക നേട്ടങ്ങൾ, ആഗ്രഹിക്കുന്നത് പോലെ സ്ഥലം മാറ്റം, സ്ഥാനക്കയറ്റം, ഇതിനെല്ലാമുള്ള അവസരം നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ സാമ്പത്തിക പുരോഗതി കാണുന്നുണ്ട്. ജീവിതത്തിൽ അസുലഭമായ സമൃദ്ധി കൈവരിക്കാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് കിട്ടാൻ പോവുകയാണ്. നിങ്ങളുടെ ബിസിനസ് രംഗം കൂടുതൽ വിപുലീകരിക്കാൻ ശ്രദ്ധിക്കണം. ബിസിനസ് മേഖലയെ വലുതാക്കാൻ നോക്കണം. ഇതിനു മുമ്പ് പ്രവർത്തിച്ചിട്ടില്ലാത്ത പുതിയ മേഖലകളിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ പരിശ്രമിച്ചാൽ അത് വിജയമാകും. പഠിച്ചിട്ട് ചെയ്യണം. ഇന്നലെ വരെ ഇറങ്ങി പ്രവർത്തിച്ചിട്ടില്ലാത്ത പുതിയ മേഖലയിൽ ഒരു സുപ്രഭാതത്തിൽ എടുത്തു ചാടാനൊന്നും അല്ല പറയുന്നത്. പിന്നെ എന്താണ്? നിങ്ങൾ പുതുതായി ഏത് ഫീൽഡിൽ പ്രവർത്തിക്കാൻ ഇറങ്ങിയാലും ആ ഫീൽഡിനെ പറ്റി ആഴത്തിൽ പഠിച്ചു മനസ്സിലാക്കി തന്നെ ചെയ്യണം. അത് നിങ്ങളെ കൊണ്ട് സാധിക്കും. അത് ചെയ്യണമെന്നേ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് കസ്റ്റമർമാരുമായി നല്ല ബന്ധം നിലനിർത്താൻ കഴിയും. ജീവിതത്തിൽ സാമ്പത്തിക പുരോഗതി വളരെ വർദ്ധിച്ചു വരുന്ന ഒരു സമയമാണ് ഇനിയുള്ളത്. ആഗ്രഹിക്കുന്നത് പോലെ ഗൃഹനിർമ്മാണം ആരംഭിക്കാനുള്ള അവസരം ഈ പുതുവർഷത്തിൽ ഉണ്ടാകും. ശ്രദ്ധയോടെ ചെയ്യണം. വീടു പണി നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് വൈകാതെ അത് പൂർത്തീകരിച്ച് താമസം തുടങ്ങാനുള്ള സാഹചര്യവും വരും. ഗൃഹനിർമ്മാണം ശ്രദ്ധിച്ച് പൂർത്തിയാക്കി നല്ല രീതിയിൽ താമസം ആരംഭിക്കാനുള്ള സാഹചര്യമാണ് കിട്ടുന്നത്. പുതിയ വസ്തു, വാഹനം ഇതൊക്കെ വാങ്ങാനുള്ള സന്ദർഭവും നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. ഗൃഹ വാഹനാദി വായ്പകൾ എടുത്തിരിക്കുന്നവർ കൂടുതൽ ശ്രദ്ധ വെച്ച് പുലർത്തേണ്ടതാണ്. ഈ ലോൺ എടുത്തുള്ള കാര്യങ്ങളിൽ ചില അശ്രദ്ധകൾ കാരണം ചില പ്രയാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. സാമ്പത്തിക ഇടപാടുകളിലൊക്കെ തന്നെ നിങ്ങൾ വളരെ ജാഗ്രത പാലിക്കേണ്ട ഒരു കാലഘട്ടമാണ് വരുന്നത്. അത് ഞാൻ പ്രത്യേകം പറയുകയാണ്. തൊഴിൽപരമായിട്ട് ഒട്ടേറെ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട്. ഔദ്യോഗിക രംഗത്ത് വിവിധ വിഭാഗങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് പല മാറ്റങ്ങളും സംഭവിച്ചേക്കാം. ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് പോലെ ചില അപൂർവ നേട്ടങ്ങളും നിങ്ങൾക്ക് കൈവരുന്നതായിട്ട് കാണുന്നുണ്ട്. പുതിയ സംരംഭങ്ങളിൽ ഇറങ്ങാൻ നിങ്ങളെ കൊണ്ട് പറ്റും. തൊഴിലുമായി ബന്ധപ്പെട്ടതോ കച്ചവടവുമായി ബന്ധപ്പെട്ടതോ അല്ലാതെ ദീർഘകാലമായി നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ വ്യക്തിപരമായ പല കാര്യങ്ങളിലും ഒട്ടേറെ പുതുമകളും മാറ്റങ്ങളും കൊണ്ടുവരാൻ നിങ്ങൾക്ക് അവസരം ഉണ്ടാകുന്നതാണ്. തീർത്ഥാടന യോഗമാണ് മറ്റൊന്ന്. നിങ്ങൾക്ക് വളരെ സുപ്രധാനമായ മഹാക്ഷേത്രങ്ങളിലും ദേവാലയങ്ങളിലുമൊക്കെ തീർത്ഥാടനം ചെയ്യാനുള്ള ഒരു സുവർണ അവസരം ഈ വർഷ ആരംഭത്തിൽ തന്നെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. ശ്രദ്ധയോടുകൂടി അത് വിനിയോഗിക്കുക. നിങ്ങളുടെ മനസ്സിനും ചിന്തകൾക്കും ആത്മീയ ഭാവങ്ങൾക്കും ആരോഗ്യത്തിനും സമ്പത്തിനുമെല്ലാം വളരെ നല്ല മാറ്റം കൊണ്ടുവരാൻ കഴിവുള്ള മഹാസന്നിധികളിൽ വേണം തീർത്ഥാടനം നടത്താൻ. അത്
അന്വേഷിച്ച് ആലോചിച്ച് തന്നെ ചെയ്യുക. കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഗുണങ്ങളുണ്ടാകും. കലാകായിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടതാണ്. അശ്രദ്ധയും ആലോചനക്കുറവും കാരണം നിങ്ങൾക്ക് പല ബുദ്ധിമുട്ടുകൾക്കും സാധ്യതയുള്ളതുകൊണ്ട് ചിന്തിച്ച് ചെയ്യുക. കുടുംബത്തിൽ പൊതുവെ സന്തോഷവും സ്വസ്ഥതയും നിലനിൽക്കും. സന്താനങ്ങളുടെ പുരോഗതിയിൽ നിങ്ങൾക്ക് വളരെ സംതൃപ്തിയും ആനന്ദവുമൊക്കെ ലഭിക്കുന്നതിന് സന്ദർഭമുണ്ടായി വരുന്നതാണ്. പുതിയ വസ്തുവാഹനാദികൾ വാങ്ങാനും അവസരമുണ്ടാകും. നിങ്ങളുടെ വ്യക്തിപരമായ സമഗ്രമായ രാശിചിന്ത ചെയ്ത് ഉചിത പ്രതിവിധികൾ ചെയ്ത് മുമ്പോട്ട് പോയാൽ എല്ലാ കാര്യങ്ങളിലും കൂടുതൽ വിജയം ഉണ്ടാകുന്നതാണ്.